ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്നൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കവട മിച്ചർ എന്ന റെസിപ്പി. കാരണം നല്ല മഴയൊക്കെ അല്ലേ, നമുക്ക് വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ ഈ മഴയത്തൊക്കെ ചായ കുടിക്കാൻ പറ്റിയ ഒരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ വാ കൂട്ടുകാരെ, നമുക്കത് ഉണ്ടാക്കാം. വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് കടലമാവാണ്. ആദ്യം ഞാൻ 2 ഗ്ലാസ് എടുത്ത് അതിന് 2 ഗ്ലാസ് കടലമാവിന് 1 ഗ്ലാസ് അരിപ്പൊടി അങ്ങനെ കണക്കാക്കി ആണ് ഞാൻ ഉപയോഗിച്ചത്. അങ്ങനെ 4 ഗ്ലാസ് കടലമാവും 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ ഉപയോഗിച്ചേക്കണേ. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ പാലപ്പൊക്കെ ഉണ്ടാക്കണ മാതിരത്തെ നൈസ് നല്ല വറുത്ത അരിപ്പൊടി അതാണ് മിക്സ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ ഒരു ആവശ്യത്തിന് കളർ കിട്ടാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിയാണ് അതായത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഇട്ടേക്കണേ. അത് ആവശ്യത്തിന് നമുക്കിപ്പോൾ എന്തോരം നിറം അത്യാവശ്യമുണ്ടോ അങ്ങനെ വിചാരിച്ചത് ചെയ്യുക. ഞാനിത് എല്ലാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കടലമാവും അരിപ്പൊടിയും മൊത്തം മിക്സ് ചെയ്തിട്ടാണ് ഇരിക്കണേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ അതിനകത്ത് ശരിക്കും ലയിച്ച് തരും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് ശരിക്കും അരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കട്ട് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാറിക്കോട്ടെ എന്ന് ഓർത്ത് അപ്പോൾ ശരിക്കും അതങ്ങ് അരിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അങ്ങനെ അരിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ വേറിട്ട് നിൽക്കില്ല, എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇനി അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ്. നമ്മളിപ്പോൾ എന്തോരം അളവ് സാധനം എടുക്കണോ നമുക്കറിയാമല്ലോ ഇത്രയും ഉപ്പ് മതി എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുക്ക സ്പൂണാണ് ഞാൻ ഇട്ടേക്കണത്. അതായത് ചെറിയ സ്പൂണായതുകൊണ്ട് ആണ് അങ്ങനെ പറഞ്ഞത്. 1 സ്പൂണും പിന്നെ പകുതിയും വെച്ച് ഏറ്റവും ചെറിയ സ്പൂണിൻ്റെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കും. ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിക്കണേ. എല്ലാവരും സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എടുക്കണേ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ വെളിച്ചെണ്ണയിലുണ്ടാക്കിയാണ് അധികം ഞങ്ങൾ കഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണയാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ശരിക്കും ഒന്ന് തിരുമ്മി ഇത് കുറച്ച് കായംപൊടി നമ്മുടെ ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റാണ് കായംപൊടി. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കായംപൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കട്ട ശരിക്കും ഉടയാൻ വേണ്ടിയിട്ടാണ് ഈ തിരുമ്മി ഇത് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ശരിക്കും ഇതെല്ലാം തിരുമ്മി പിടിച്ച് നന്നായിട്ട് പാകമായിരിക്കുമ്പോൾ ഒന്നിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ പതുക്കെ ഉണ്ടായി. അങ്ങനെ അത് ഒരിതിൽ അങ്ങനെ ശരിക്കും തിരുമ്മി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് എല്ലാം ഇത് വെച്ചതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാണ്. അതായത് ഇച്ചിരി പേസ്റ്റാക്കി വെച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ആയിരുന്നു. അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് അരിച്ചെടുക്കുകയാണ്. വെള്ളം ഒഴിച്ച്, കാരണം അല്ലെങ്കിൽ നമ്മൾ നാഴിക്കട ഒഴുകുമ്പോൾ അതിൻ്റെ ഇത് തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് അരിച്ചു വയ്ക്കുന്നത്. ഇതെന്നാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണതിനൊരു കാരണമുണ്ട്. ഈ കടലമാവൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഗ്യാസ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണ്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കായംപൊടിയൊക്കെ ചേരുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം, ഏത് ഗ്യാസ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ആണ് ഉപയോഗിച്ചേക്കണത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും വിചാരിക്കും കടലമാവ് ആയതുകൊണ്ട് പതയ്ക്കും വെളിച്ചെണ്ണയിൽ നിന്ന്. അങ്ങനെയൊന്നുമില്ല. വെളിച്ചെണ്ണ ഓൾറെഡി നല്ല ഭംഗിയായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതിരിക്കും. ഇപ്പോൾ അത് പാകത്തിന് വെള്ളം ഞാൻ ഒരിച്ചിരി വെള്ളം കൂടുതലിട്ടാണ് ചെയ്തത്. എന്നാന്ന് വെച്ചാൽ നല്ല വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ ഒരിച്ചിരി അരി ഇരിക്കുമ്പോൾ അത് പാകത്തിന് ഇതിലായിക്കോളും. അതിനകത്ത് മിക്സ് ചെയ്യണ അരിപ്പൊടി നല്ല വറുത്തതായതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂട്ടിയെടുത്താണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഞാനത് ഒന്ന് ഇത് ചെയ്യുകയാണ്. അപ്പോൾ അതെന്നാന്ന് വെച്ചാൽ ഈ നമ്മൾ അച്ചിലേക്ക് കയറ്റുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് ഒട്ടും പോലും പൊട്ടലൊന്നും ഇല്ലാണ്ട് നമുക്ക് മിച്ചർ നല്ല ഭംഗിയാവും. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ ഇരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. അപ്പോഴത്തേക്കും ആ പൊടി അതിൻ്റെ പരുവാകും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കണ അച്ചിലേക്കൊക്കെ വെളിച്ചെണ്ണ ഒന്ന് പതുക്കെ പരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. എന്നാലും കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കും. പക്ഷേ എന്നാലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു പൊട്ടലോ ഒന്നുമില്ലാതെ മിച്ചർ നമുക്ക് ഇങ്ങനെ ആവും. അതിനകത്ത് പകുതി ഞാൻ ഇച്ചിരി പക്കവടയ്ക്ക് മാറ്റി വയ്ക്കുകയാണ്. ഈ മാവ് തന്നെയാണ് പക്കവട ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് പക്കവടയ്ക്ക് മാറ്റി വയ്ക്കുകയാണ്. ഒരു നിമിഷം ബൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചായിരുന്നു. അതിനകത്ത് കുഴച്ചത് തന്നെ. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് നമ്മൾ ബൂത്തി ഉദ്ദേശിച്ച് നമ്മൾ ആ മിക്സറിൽ കിടക്കുന്ന കുഞ്ഞു കട്ടകൾ കണ്ടിട്ടില്ല, ഉണ്ട പോലത്തെ, അതുണ്ടാക്കാനാണ്. ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, അത് കലക്ക് നമ്മളൊരു പരുവം, നമ്മൾ ആ അച്ചിയിൽ നിന്ന് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ താഴെ ചാടുന്നൊരു പരുവം. അപ്പോൾ അങ്ങനെയാണ്. ചിലപ്പോൾ വെള്ളം കുറച്ചുകൂടി പോയാൽ അങ്ങനെ ഉണ്ട പോലെ ആവത്തില്ല.
ഷേപ്പൊക്കെ മാറിപ്പോവും. ഇച്ചിരി വെള്ളം പാകത്തിനാണെങ്കിൽ നല്ല ഉണ്ടയായിട്ട് തന്നെ അത് വരും. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ പുറത്തേക്കൊക്കെ ഒന്ന് കാണിച്ചേക്കണേ. ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചതാണ്. അതെ, അടുപ്പത്ത് ഇത് വെച്ചു. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണേ. ഇത് ആട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഞങ്ങളിവിടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ കണ്ടോ, നമ്മളങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ മാവ് കുതിർന്നിട്ട് ഇപ്പോൾ നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സേവനാഴിലേക്ക് കയറ്റുവാണ്. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഇതാവാൻ വേണ്ടിയിട്ട് ഇതാവാൻ വേണ്ടിയിട്ട് എല്ലാ തേക്കടയും വെളിച്ചെണ്ണ ഞാൻ പതുക്കെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഒഴുകി ഇങ്ങനെ ചാടിപ്പോന്നോളും. കണ്ടോ, തന്നെ ചാടിപ്പോരണുണ്ടോ. അപ്പോൾ അത് കാരണം അങ്ങനെ ഇനി നമുക്ക് മിച്ചർ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ നല്ല ഒട്ടും ബലം പ്രയോഗിക്കേണ്ട. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തൂത്ത് കൊടുത്തുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് അച്ചിന്ന് വരുന്നതുണ്ടോ. ഇത് പെട്ടെന്നാവും, കാരണം നല്ല അടിയിൽ നല്ല കനലും തീയും ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്നാവുന്ന കാരണം വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടെന്നല്ല, നല്ല ചൂടായിട്ട്. അത് ഒരുപാട് തീ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങിപ്പോവും. ഇപ്പോൾ പാകത്തിന് ക്രിസ്പി, അത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ചട്ടുകം തൊടുമ്പോൾ അറിയാം അതിൻ്റെ ക്രിസ്പി, അടിയിലേക്ക് തൊടുമ്പോൾ അത് ക്രിസ്പി ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുത്തു, എന്നിട്ട് ഇതേ കോരിയെടുത്തു. മറച്ചിട്ടൊരു 1-2 മിനിറ്റ് മതി, കാരണം മിക്സറായതുകൊണ്ട് പെട്ടെന്നാവും. കോരിയെടുത്ത് അടുത്ത് മിക്സറിൻ്റെ അടുത്ത തട്ടും കൂടി ഇടാം. തീ പതുക്കെ കണ്ട, തീ ഒരുപാട് തീയല്ല, എന്ന പാകത്തിന് തീയുണ്ട്. ഒരുപാട് തീയായ പെട്ടെന്ന് മിക്സർ വാങ്ങിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അത് ഇത്രയും വലിയ ചട്ടി വെച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അളവ് കൂടുതലിടാം, പെട്ടെന്നാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് ബൂത്തി ഉണ്ടാക്കുവാണ്. അതായത് ആ ഉണ്ട. അപ്പോൾ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒഴിക്കുമ്പോൾ കണ്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഈ വലിയ ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഒഴിച്ചത്. ചെറിയ ചട്ടിയാണെങ്കിൽ കുറച്ച് നമ്മൾ ഒഴിച്ചിട്ട് പിന്നെയും വെയിറ്റ് ചെയ്യണം. ഇത് വലിയ ചട്ടിയാകുമ്പോൾ ഇങ്ങനെ കുറച്ച് കൂടുതൽ കണ്ട വിട്ട് നിൽക്കണം. ഇത് നമ്മൾ മിക്സറിൻ്റെ ഇതിനകത്ത് കിടക്കുന്ന ചെറിയ ചെറിയ ഉണ്ടകളാണ് കേട്ടോ. ഇത് ഞാൻ ഗ്രീൻ പീസ് കുതിർത്തി വെച്ചേർന്നതാണ്. ഇച്ചിരി ഉപ്പിട്ട് കുതിർത്തി വെച്ചത് ഞാൻ ഇങ്ങനെ തുണിയിൽ വെള്ളമാലാൻ ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ്. അത് പൊട്ടുകടല ഓൾറെഡി വറുത്ത ഇതാണ്, എന്നാലും ഒന്ന് ചൂടാക്കി എണ്ണയ്ക്ക് കോരിയെടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ഇത് പച്ച നിലക്കടലയാണ്. അതും വറുത്ത് കോരി നമ്മൾ ഇതിനകത്ത് ഇടണം. അപ്പോൾ ബൂത്തി ഉണ്ടാക്കി തീർന്നില്ലായിരുന്നു, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കി തീർന്ന് പിന്നെ കടലയൊക്കെ ഇടാമെന്ന് ഓർത്ത് ഞാൻ കടല കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ബൂത്തി ഉണ്ടാക്കി തീർന്നു. ഇനിയിപ്പോൾ നിലക്കടലയാണ് കേട്ടോ. നിലക്കടല വെറുതെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ടാൽ മതി. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക്, തിളച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ നിലക്കടല ഇട്ടു. അത് നമുക്കറിയാമല്ലോ, അത് വറുത്ത് കോരണൊരു നമ്മളെ എടുക്കുമ്പോൾ നമുക്കിത് കോരുമ്പോൾ തന്നെ അറിയാം. ഇതിന് 2-3 വെളുത്തുള്ളി ചതച്ചിട്ടതാണ് കേട്ടോ. പൊട്ടിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ചതച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. വെറുതെ തൊലിയോടുകൂടി പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ കടല മുക്കാൽ വേവായപ്പോൾ ഞാൻ പൊട്ടുകടലയും കൂടി ഇട്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പത്തലമുളക് ഞാൻ ഇങ്ങനെ അരിഞ്ഞല്ലാട്ടോ ഉടനെ ഞെട്ട് കളഞ്ഞിട്ടുള്ളൂ. പത്തലമുളക് വേണമെങ്കിൽ നുറുക്കി പിന്നീട് ഇടാമല്ലോ. അപ്പോൾ ഞെട്ട് കളഞ്ഞ് പത്തലമുളക് ഇട്ട് കുറേ വേപ്പില ഇട്ടു. ഇത്രയും നമ്മളിപ്പോൾ തൽക്കാലമായിട്ട് അതങ്ങ് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ഗ്രീൻ പീസ് കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് വെള്ളം വാലാൻ വെച്ചേക്ക് പറഞ്ഞു. അപ്പോൾ അത് വെള്ളം എടുക്കുമ്പോഴത്തേക്കും ആ വെള്ളം വാഴുമ്പോഴത്തേക്കും ഇത് വറുത്ത് കോരാമെന്ന് ഓർത്താണ് ഇതാദ്യം ചെയ്തത്. ഇത് നമ്മളെല്ലാം ഇത് പിന്നെ വെളിച്ചെണ്ണയിലായതുകൊണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ചെയ്യണേക്കായും ഇത് ഞാൻ ഗ്രീൻ പീസ് കാണിച്ചു തന്നുള്ളൂ. കുതിർത്താൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. നേരത്തെ ഇട്ടത് അതാണ് ഞാനിത് ഓൾറെഡി അത് കുതിർത്തിയതാണ് ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത്. അത് കുതിർത്തിയിട്ട് ഈ ഗ്രീൻ പീസ് പൊട്ടിത്തെറിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കഴിഞ്ഞ് ഒന്ന് മൂടി വയ്ക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് പൊട്ടി താഴത്തേക്ക് തന്നെ ചാടിക്കുള്ളൂ. പൊട്ടുമ്പോൾ നമുക്കറിയാം, പാത്രത്തുമ്പോൾ ഒരു സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഞാൻ ഇച്ചിരി 2 വെളുത്തുള്ളി ചതച്ചിടേണ്ടത്, അതായത് തൊലിയോട് കൂടിയാണ് കേട്ടോ വെളുത്തുള്ളി ചതച്ചിട്ടേക്കണേ. ഇതിങ്ങനെ ചതച്ചിടുമ്പോൾ വേറെ നല്ല അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഫ്ലേവറൊക്കെ അതിലേക്ക് കയറുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഗ്രീൻ പീസ് വറുത്ത് കഴിഞ്ഞു. ഇത് എപ്പോഴും ഗ്രീൻ പീസ് വറക്കുമ്പോൾ നമ്മൾ അടുത്ത് നിന്ന് ഇത് ചെയ്ത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് കാരണം പാത്രം വെച്ച് മൂടി പൊട്ടൽ കഴിഞ്ഞ് കഴിയുമ്പോൾ എടുക്കുക. കറിവേപ്പില കുറച്ചും കൂടി വറുത്ത് കോരിയിടാം. ആ വറുത്ത് കോരിയിട്ട് ആവശ്യമായി ഇടാം കേട്ടോ കറിവേപ്പില. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കറിവേപ്പില ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ അതേ മിക്സർ നമ്മളിനി അതിന് ഒന്ന് അടത്തിയെടുക്കാൻ പോവുകയാണേ. മിക്സറിലേക്ക് നമുക്ക്
ഇപ്പോൾ അടത്തിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് പാകത്തിന് മിക്സറിന് ഒരു ഉപ്പ് കാണും. എന്നാലും നമുക്ക് ഈ കടലയും ഗ്രീൻ പീസും ഇതെല്ലാം ഇടുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കുറവ് കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇച്ചിരി ഇപ്പോൾ ഇതെല്ലാം കടല, ഗ്രീൻ പീസ്, പൊട്ടുകടല എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പും അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് കുറച്ചിടാം. പിന്നെ കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇടാം കേട്ടോ, ഇഷ്ടമുള്ളത് ഇടാം എരിവ് അനുസരിച്ച്. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇടുവാണ്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചെയ്യാം കേട്ടോ. നമ്മൾക്കൊരു ഉപ്പ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ആവശ്യമാണ്. ചിലർക്ക് ഉപ്പ് കുറവ് മതി, പ്രഷറുള്ളവരായിരിക്കാം. ഞാനിപ്പോൾ ഉപ്പ് പാകത്തിന് ചേർത്തു, പാകത്തിന് ഉപ്പാക്കി ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് രുചിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. എന്തായാലും എനിക്കിത്ര ഉപ്പ് വേണം, അതുകൊണ്ട് അത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഇനി വേണമെന്നുള്ളവർ ഇനി ഇടാം. ഇത് നന്നായിട്ട് വേണമെന്നുള്ള കാരണം ഞാൻ പത്തലമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ആ പത്തലമുളക് ഇട്ടാണ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തലമുളകും കൂടി കടിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ്. ഞങ്ങൾ പണ്ട് ഗ്രീൻ പീസൊക്കെ ഉള്ള മിക്സർ മേടിക്കും, ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ഗ്രീൻ പീസ് ഇട്ട് മിക്സർ ഉണ്ടാക്കിയതിൻ്റെ ഒരു കാരണം. ഇത് പക്കാവടയാണ് കേട്ടോ. പക്കാവട ഉണ്ടോ? പക്കാവട ഉണ്ടാക്കുമ്പോൾ നമുക്ക് പൊട്ടലൊന്നും ഇല്ലാണ്ട് തന്നെ ഉണ്ടോ. അതങ്ങനെ വരണമെങ്കിൽ ആ മാവ് ഓൾറെഡി മിക്സറിൻ്റെ മാവ് തന്നെയാണ്. ആ പക്കാവടയുടെ അച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അടി ഇങ്ങനെ കോരുമ്പോൾ തന്നെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറച്ചിടുക. നല്ല കളറുണ്ട് കേട്ടോ. ഫോണിൻ്റെ ഇതുകൊണ്ട് കളറുണ്ടോ എന്ന് നമുക്ക് തോന്നണതാണ്, പക്ഷെ നല്ല കളറുണ്ട്. മിക്സറിൻ്റെ അതേ റെസിപ്പിയാണ്. അതിന് നല്ല അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഉണ്ടോ നല്ല കളറില്ലേ. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി മുളക് പൊടിയും ഒരു പൊടിക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ട്, എന്നാലും ഒരു പൊടിക്ക് ഉപ്പും ഒക്കെ ചേർക്കുകയാണ്. പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി വറുത്ത് കോരി ഇടണം. ഒരിച്ചിരി പത്തലമുളകും. കുറച്ച് പക്കവട ഉണ്ടാക്കിയുള്ളൂ, കാരണം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയെന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെയും റെസിപ്പി ഒന്ന് തന്നെയാണ്. ഉണ്ടാക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് വെളിച്ചെണ്ണയിൽ ചെയ്തു. കാരണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്, അത് കാരണം ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഏതായാലും നമുക്ക് കഴിക്കാനല്ലേ, നമ്മൾ ആശുപത്രി കൊണ്ട് കൊടുക്കണ ആവശ്യം മതിയല്ലോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ മിക്സറും പക്കാവടയും ഉണ്ടാക്കി. ഈ മിക്സറിൻ്റെ പ്രത്യേകത അറിയാലോ, ഗ്രീൻ പീസ് എല്ലാം ഇട്ടിട്ട് പണ്ടത്തെ കാലത്ത് അത് ഞങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചാൽ ഒരു രുചിയിൽ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. വായ കൂട്ടുകാരെ എല്ലാവരും വായ, നമുക്ക് ചായ കുടിക്കാം.